33 എന്ന തിളക്കമാർന്ന വിജയം നേടിയ ആളാണ്. ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. മലയാളം ഫുൾ മാർക്കായിരുന്നു എനിക്ക്. അതിനൊരു പ്രത്യേക അഭിനന്ദനം. കാരണം മാതൃഭാഷയാണ് എന്റെ ഒരു സ്വാർത്ഥതയായിട്ട് കണക്കാക്കി. എക്സാമിന്റെ അന്നൊക്കെ ഞാൻ ഛർദ്ദിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതാൻ പോയത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മള് ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് പരിശ്രമിച്ച എന്തായാലും കിട്ടും. ജസ്റ്റ് ഒന്ന് അസ്നാന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ 33 ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി, ഞാൻ തന്നെയാണ്. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, സപ്പോർട്ട് സിസ്റ്റം. ഹായ് അസ്ന, സ്വാഗതം. എനിക്ക് അസ്നയെ ഇങ്ങനെ കാണുമ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം വിവാഹം അല്ലേ, വിവാഹം കഴിഞ്ഞ ഉടനെ ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ജോലി സ്വപ്നം കണ്ട ആളാണ്. വളരെ ഭംഗിയായിട്ട് ആ സമയം തന്നെ സൈലത്തിലേക്ക് എത്തിച്ചേരുകയും സൈലത്തിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ മികവോടെ പഠിച്ച് എത്രാം റാങ്കാണ് LDCക്ക് നേടിയത്? 33 എന്ന തിളക്കമാർന്ന വിജയം നേടിയ ആളാണ്. ഈ പഠന വഴികളിലൊക്കെ ഒരു പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ആ പ്രഗ്നൻസിക്ക് ഒടുവിൽ ഇന്നൊരു കുഞ്ഞു മോളുടെ പേരെന്താണ്? ഷസ്മ എന്ന ഒരു കുഞ്ഞ് മാലാഖയെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു പഠന വഴി അസ്ന? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സൈലത്തിനെയാണ് ഫോളോ ചെയ്തത്. PSC ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും രണ്ടും സൈലം മാത്രം നോക്കിയായിരുന്നു. സൈലത്തിൽ ഡെയിലി ക്ലാസ് പഠിക്കും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒന്ന് പഠിക്കുക, എന്തെങ്കിലും അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നേടാൻ കഴിയും അല്ലെ, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് പോലെ. പിന്നെ കുടുംബത്തിന്റെ സപ്പോർട്ട് അല്ലേ, ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് പോകാനാണെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കാനാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം. ഈ വിജയം അവർക്കും അവകാശപ്പെട്ടതാണ് അല്ലെ. അതെ. പിന്നെ സ്വന്തം സ്ഥലം വയനാടാണ്. ഇങ്ങോട്ടേക്ക് വിവാഹിതയായി വന്നതാണ്. സൈലത്തിന്റെ മാവൂർ റോഡ് ക്യാമ്പസിലെ ഒരു റെഗുലർ മാവൂർ റോഡ് KSFയിലായിരുന്നു ഉദ്യോഗസ്ഥനാണ്. നമ്മൾ ഒരുമിച്ച് വരുന്നു, അവിടെ ഇരിക്കും. വൈകുന്നേരം ഞാൻ അവിടുന്ന് സ്റ്റഡി റൂം ഉണ്ടായിരുന്നു സൈലത്തിൽ, അവിടെ ഇരുന്ന് പഠിക്കും. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് ഒരുമിച്ച് പോകും. ഈ പഠന സമയം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇപ്പം 5 മണിക്കൂർ ഓഫ്ലൈനിലെ ക്ലാസ്, പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആക്സസ് ഉള്ളതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളും കാണുന്നു. അതോടൊപ്പം പിന്നെ എങ്ങനെയാണ് വീട്ടിൽ പോയി ഒരു റെഫർ ചെയ്യാനൊക്കെ ഉള്ള? അത് ഞാൻ വെച്ചാല് എനിക്ക് പല സോഴ്സ് ഉണ്ട്. ഞാൻ സൈലം യൂട്യൂബ് നോക്കും, പിന്നെ ടെലഗ്രാം നോക്കും. അപ്പൊ റിവിഷൻ ആ വഴി നടക്കുന്നുണ്ട്. പിന്നെ ടെലഗ്രാം പോൾസ് ഉണ്ടാവും, അത് നോക്കും. പിന്നെ യൂട്യൂബ് മാമിന്റെ ഒക്കെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിനെ പല തവണ കടന്നു പോകും. അങ്ങനെ റിവിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു തവണ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി ഒരു റിവിഷൻ നടത്താം. ഈ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് പോകുമ്പോൾ പകുതി മറന്നുപോകും. അപ്പൊ പിന്നെ റിവൈസ് ചെയ്യാണ്ടിരുന്നാൽ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. പ്രോപ്പർ ആയിട്ട് ഒരു വീക്കിലി റിവിഷൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും പല സോഴ്സ് കൂടി ആ റിവിഷൻ അങ്ങ് നടന്നു പോകും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എക്സാം അല്ലെ, എക്സാം മോക്ക് ടെസ്റ്റുകൾ, അത് PYQ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ടോപ്പിക് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ നമുക്ക് എടുക്കുന്ന ക്ലാസ്സിന്റെ ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചത് അങ്ങ് റിവൈസ് ചെയ്ത് പോകും. അതെ. പിന്നെ എനിക്ക് ഈ ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു? അതേ 3 സബ്ജക്ട് ഞാൻ പത്രം വായിക്കാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് മാത്സ് നല്ല സ്ട്രോങ് ഏരിയ ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നോക്കണമെന്നില്ല, PYQ നോക്കിയാൽ തന്നെ അതങ്ങ് കിട്ടും. പിന്നെ ബേസിക്കലി എഞ്ചിനീയറിംഗ് അപ്പൊ മാത്സ് കുഴപ്പമില്ല, ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ല. ഇംഗ്ലീഷ് വൊക്കാബുലറി ആണ് പിന്നെയും കിട്ടാത്തത്. ഗ്രാമർ കിട്ടും. വൊക്കാബുലറി നമ്മൾ PYQ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വൊക്കാബുലറി നന്നായിട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ മലയാളം മിസ്സിന്റെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതെന്ന് വെച്ചാൽ എനിക്ക് മലയാളം അങ്ങനെ അറിയുന്ന ആളല്ല, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആവും. മലയാളം നമുക്ക് പഠിക്കാനൊന്നും ഇല്ല. പിന്നെ 10ാം ക്ലാസ് വിട്ടതാണ് നമ്മൾ മലയാളം തുടക്കം മുതൽ പഠിച്ചു. അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് മലയാളം ഫുൾ മാർക്കായിരുന്നു എനിക്ക്. അതിനൊരു പ്രത്യേക അഭിനന്ദനം. കാരണം മാതൃഭാഷയാണ് എന്റെ ഒരു സ്വാർത്ഥതയായിട്ട് കണക്കാക്കി. ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്ന് ചോദിച്ചാല് ഫുൾ മാർക്ക് കിട്ടി മലയാളത്തില്. പിന്നെ ഇംഗ്ലീഷും കുറെ ഡിലീഷൻ വന്നുകൊണ്ട് മാർക്ക് പോയി. അത് നമ്മുടെ തെറ്റല്ല, ശരിക്കും PSCയുടെ ഭാഗത്തു നിന്നുള്ള. എന്നാലും കൂടി എനിക്ക് തോന്നുന്നു ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം എനിക്ക് തോന്നുന്നു ഈ പ്രഗ്നൻസി കാലഘട്ടത്തിലൊക്കെ ഒരുപാട്
അല്ലേ ബുദ്ധിമുട്ടുകൾ അവസാനം വന്നത് എക്സാം ടൈമിലാണ്. എക്സാമിന്റെ അന്നൊക്കെ ഞാൻ ഛർദ്ദിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതാൻ പോയത്. നമ്മൾ ഏത് പ്രതിബന്ധത്തെ ആ ടൈമില് ഈ ഒരു സ്ട്രോങ് ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ടേ അല്ലെ, ഒരു ഉദ്യോഗസ്ഥയാകുക എന്നുള്ളത് ആഗ്രഹമാണ്. അപ്പോൾ കരിയറിലും ഞങ്ങൾക്കും അഭിമാനിക്കാം. സൈലത്തിലൂടെ വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് അല്ലേ കുടുംബിനിയായി വന്ന് അവിടെ അങ്ങ് കൂടാതെ സൈലത്തിലേക്ക് കടന്നു വന്ന് എല്ലാ ആഗ്രഹങ്ങളും, അതായത് ജീവിതത്തിലെ ഒരു വലിയൊരു മോഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അന്നൊരു കുഞ്ഞു മോള് വന്നു, പിന്നെ അതിനപ്പുറം ജോലിയാണ്, അടുത്ത ജോലിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സൈലം അതിനൊരു ഭാഗമായി എന്നറിഞ്ഞതിൽ ഞങ്ങൾ ഓരോരുത്തരും സൈലം ടീമിലെ എല്ലാവരും ഒരു ഭാഗമായി എന്നറിഞ്ഞതിൽ കറക്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മള് ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് പരിശ്രമിച്ച എന്തായാലും കിട്ടും. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അസ്നാന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ 33 വന്നപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി, ഞാൻ തന്നെയാണോ. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചു എങ്കിലൊരു 33 കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു LDA ബെവ്കോ LD ഒരു വലിയ പരീക്ഷ വരാൻ പോവാണ്. അപ്പൊ കുറേ ഇതുപോലെ അസ്നെ പോലുള്ള ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ ഏജ് ഓവർ ആകാറായിട്ടുള്ള വീട്ടമ്മമാരുണ്ട്. ഒരുപാട് ആശങ്കയാണ് അവർക്കൊക്കെ. എന്താണ് അവരോട് പറയാനുള്ളത്? അസ്നയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് മാത്രമല്ല അവരുടെ ഫാമിലിയോടും കൂടിയാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ, അവർ പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നല്ലൊരു റാങ്ക് നേടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റും. എന്ന് വെച്ചാൽ ഫാമിലിന്റെ സപ്പോർട്ടും വേണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒറ്റപ്പെടുത്തൽ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെയിൻ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഫാമിലിന്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും. എൻ്റെ ഹസ്ബൻഡ് ഇംഗ്ലീഷായിരുന്നു പഠിച്ച, ഇംഗ്ലീഷ് BEd ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പം മൂപ്പരെ എന്നെ ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ അവരുടെ ആത്മാർത്ഥത കാണുമ്പോൾ നമ്മൾ ആത്മാർത്ഥത ഉണ്ടാവും, പഠിക്കും. അപ്പൊ ശരിക്കും എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ശ്രമം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അപ്പൊ ശരിക്കും എല്ലാവരുടെയും വീട്ടുകാരും ഇത് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ് ഈ റാങ്ക് ജേതാവിൻ്റെ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൂടി. പലപ്പോഴും ഒരു ഉദ്യോഗാർത്ഥി അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷമുണ്ട്. അതിൽ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം വളരെ പ്രധാന ഘടകമാണ്. നല്ലൊരു മെസ്സേജാണ് അസ്ന ഇന്ന് തന്നത്. അപ്പം ഏറെ അഭിമാനത്തോടു കൂടി വീണ്ടും കാണാം അസ്ന. ഓക്കെ.